റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നഴ്സുമാർക്ക് 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകാൻ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. കിങ്സ് ഗ്രൂപ്പ് ചെയർമാൻ മാനവീയം വീഥി കൺവെൻഷൻ വേദിയിലാണ് സമ്മതം അറിയിച്ചിരിക്കുന്നത്. സാന്ത്വന സാജു വിശദാംശങ്ങളുമായി ചേരുന്നു. സാന്ത്വന, സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമാനതകളില്ലാത്തൊരു പ്രക്ഷോഭമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത്. റിപ്പോർട്ടർ ഇന്നലെ മുതൽ അവരോടൊപ്പം നിന്നുകൊണ്ട് നീതിക്കായുള്ള പോരാട്ടത്തിലുമാണ്. ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് കിങ്സ് ഗ്രൂപ്പ് ചെയർമാൻ അവർക്ക് 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകാൻ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. മറ്റ് ആശുപത്രികൾക്കും ഒരു മാതൃകയാകുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ് നഴ്സുമാരുടെ സമരം, സ്വകാര്യ ആശുപത്രികളുടെ നഴ്സുമാരുടെ സമരം വളരെ ശക്തമായി തന്നെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. നമുക്കറിയാം, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ UNAയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽക്ക് തന്നെ വലിയ സമരം, ആദ്യം സെക്രട്ടേറിയറ്റിലേക്കും അതിനുശേഷം ഇപ്പോൾ മാനവീയ വീതിയിലും അവരുടെ അവകാശ പ്രഖ്യാപന സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കിങ്സ് ഗ്രൂപ്പ് ചെയർമാനാണ് നഴ്സുമാർക്ക് 40,000 രൂപ അടിസ്ഥാന വേതനം നൽകാമെന്നുള്ള കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഇവർ ആവശ്യപ്പെട്ടിരുന്നതാണ് 40,000 രൂപയായി ഇവരുടെ അടിസ്ഥാന വേതനം ഉയർത്തണം എന്നുള്ള കാര്യം. എന്തായാലും അക്കാര്യം തന്റെ സ്ഥാപനങ്ങളിൽ നടപ്പാക്കും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ തുച്ഛമായ വേതനം മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. 2016 മുതൽക്ക് തന്നെ അവർ ആവശ്യപ്പെടുന്നതാണ് ഈ 40,000 രൂപ എന്നുള്ള തുക അവർക്ക് ലഭിക്കണമെന്നുള്ളത്. പക്ഷേ 10 വർഷങ്ങൾക്ക് ഇപ്പുറവും അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ആ സമരം ശക്തമായി മുന്നോട്ടേക്ക് പോകുന്നതിനിടെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നലെ മുതൽക്ക് തന്നെ അവരുടെ ഈ ശക്തമായ സമരത്തിനൊപ്പം റിപ്പോർട്ടർ TVയും ഉണ്ടായിരുന്നതാണ്. ആദ്യഘട്ടം മുതൽക്ക് തന്നെ അവർ നേരിടുന്ന ഈ ദുരിതത്തെ പുറത്തു കൊണ്ടുവന്നതും നമ്മൾ തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷം. എല്ലാ ആളുകൾക്കും ഇതേ ശമ്പളം തന്നെ ലഭിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് വിനിത നിലവിൽ അവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സമരം അവസാനിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മാനവീയ വീഥിയിലുള്ള അവരുടെ അവകാശ പ്രഖ്യാപന സമരം നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. നമുക്ക് വേദിയിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം, KC വേണുഗോപാലുണ്ട്, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയിലേക്ക് എത്തുന്ന കാഴ്ച കൂടിയാണ് വിനിത നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ സംസാരിക്കുകയാണ്. ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഈ സമരത്തിനൊപ്പം നിന്ന ഒരാൾ കൂടിയാണ് KC. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഈ സമരം ചെയ്യുന്ന സമരത്തിന്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ ആദ്യ വിജയം, അതിന്റെ സൂചനകൾ വരുന്നു. നീതിക്കായി മാലാഖമാർ എന്ന് വിളിക്കുന്ന അവർ, മനുഷ്യരായിട്ടുള്ളവർ പോരാടുമ്പോൾ റിപ്പോർട്ടറും അവർക്കൊപ്പം തന്നെയുണ്ട്. ഇനി മറ്റാശുപത്രികളെ കൊണ്ടുകൂടി ഇത്തരം തീരുമാനം എടുപ്പിക്കുക. അതുവരെ പോരാട്ടം തുടരാനാണ് തീരുമാനം. റിപ്പോർട്ടറും ആ നഴ്സുമാർക്കൊപ്പം തന്നെയാണ്.